എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് KSEB ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഒന്നാമത്തെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു സോൾ ട്രേഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ വരുന്നു, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ വരുന്നു, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നീട് ലെഡ്ജറിന്റെ സബ് ഡിവിഷൻസ് ആയിട്ടുള്ള എന്താ പറയുക, സെൽഫ് ഫിനാൻസിങ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതിനുശേഷം ഗ്യാപ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിൽ തന്നെ തുടങ്ങാം. ബുക്ക് കീപ്പിംഗ് മുതൽ ഡിഫറെന്റ് കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനിപ്പോ PPT PDF ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിനകത്ത് ബുക്ക് കീപ്പിംഗ് എന്താണെന്നാണ് ആദ്യമായി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ടും അത് നടക്കുന്ന മുറയ്ക്കും ക്രോണോളജിക്കൽ ഓർഡറിലും റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ബുക്ക് കീപ്പിംഗ് പ്രോപ്പറായി നടന്നാൽ മാത്രമേ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായി നമുക്ക് സാധിക്കത്തുള്ളൂ. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ ആണോ? നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് thereof. ഇതിൽ റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ് എന്ന് പറയുന്ന ഈ രണ്ട് സ്റ്റെപ്പിനെ നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ പേരിട്ട് വിളിക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ്. പ്രോപ്പറായിട്ട് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു ജേർണലിൽ, അത് പോസ്റ്റ് ചെയ്യപ്പെടുന്നു ലെഡ്ജറിൽ. ഇവിടെ വരെയുള്ള പ്രൊസീജിയർ ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് യാതൊരു വിധമായ അനാലിസിസോ ഒന്നുമില്ല. ജസ്റ്റ് ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നത്? മെയിൻറ്റെയിൻ എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസിന്റെ ട്രാൻസാക്ഷൻസിന്റെ ഒരു പെർമനന്റ് റെക്കോർഡ് ഉണ്ടാക്കുക, ട്രാൻസാക്ഷൻസ് പ്രോപ്പറായി റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കുക. ഇങ്ങനെ വെച്ചാൽ മാത്രമേ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ, ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രോപ്പർ റെക്കോർഡ്സ് ഇല്ല എങ്കിൽ ഇന്റർപ്രിട്ടേഷൻ സാധ്യമാകത്തില്ല. ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന പ്രൊസീജിയർ നടക്കണമെങ്കിൽ ബുക്ക് കീപ്പിംഗ് ഉണ്ടായിരിക്കണം. ബുക്ക് കീപ്പിംഗ് ഉണ്ടായാൽ മാത്രമേ അക്കൗണ്ടിങ്ങിന്റെ ബാക്കി സ്റ്റെപ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. സോ ബുക്ക് കീപ്പിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ascertainment of profit or loss and financial position. ക്ലിയർ ആണോ? പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടെത്തുന്നത് ട്രേഡിംഗ് P&L അക്കൗണ്ടിലൂടെയാണ്. ക്ലിയർ അല്ലേ? ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിലൂടെയാണ് കണ്ടെത്തുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട്, നമ്മളുടെ ഇക്വിറ്റി പൊസിഷൻ എത്രയാണ്, ക്യാപിറ്റലിന്റെ പൊസിഷൻ എത്രയാണ്, അതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതുപോലെ ഇറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഇൻ ലീഗൽ ഡിസ്പ്യൂട്ട്. ലീഗൽ ഡിസ്പ്യൂട്ടുകളുടെ എവിഡൻസ് ആയിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മളുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, ബുക്ക് കീപ്പിംഗ് റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളുടെ ലെഡ്ജറും ജേർണലും, അതായത് ബുക്ക് കീപ്പിംഗ് റെക്കോർഡ്സ്. ഇതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കുന്നത്, ബുക്ക് കീപ്പിംഗ്. ഓക്കെ ആണോ? അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായിട്ടുമുള്ള സ്റ്റെപ്പാണ് ബുക്ക് കീപ്പിംഗ്. റെക്കോർഡിംഗും ക്ലാസിഫൈങ് ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാ ബുക്ക് കീപ്പിംഗ്. ഇതിന്റെ കൂടെ റെക്കോർഡിംഗിന്റെയും ക്ലാസിഫൈങ്ങിന്റെയും കൂടെ സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇതും കൂടെ ചേരുമ്പോൾ ഇതിനെ മുഴുവനായി വിളിക്കുന്ന പേരാ അക്കൗണ്ടിങ്. ക്ലിയർ ആണോ? ബുക്ക് കീപ്പിംഗ് ഈസ് പാർട്ട് ഓഫ് അക്കൗണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അക്കൗണ്ടിങ്ങിന്റെ ഇനിഷ്യൽ പാർട്ടാണ് ബുക്ക് കീപ്പിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്. ക്ലിയർ? അതായത് ജേർണൽ, ലെഡ്ജർ. ഓക്കെ അല്ലേ? ബുക്ക് കീപ്പിംഗിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അതായത് എവരി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്ട്സ്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും കാണും, ക്രെഡിറ്റ് ആസ്പെക്റ്റും കാണും. അതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ. ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുന്നത്. എവിടെ? ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ഇൻട്രൊഡ്യൂസ്ഡ് ക്യാഷ് ഇൻ ടു ബിസിനസ്, ക്യാഷ് അക്കൗണ്ട്, ഡെറ്റർ ടു ക്യാപിറ്റൽ, അതാണ് ജേർണൽ എൻട്രി. ക്യാഷിന് അവിടെ ഡെബിറ്റ് ഉണ്ട്, ക്യാപിറ്റലിന് അവിടെ ക്രെഡിറ്റ് ഉണ്ട്. ഏത് ട്രാൻസാക്ഷൻ എടുത്താലും ഇതുപോലെ
അതിനൊരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടായിരിക്കും. എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് എ ഡെബിറ്റ് ആൻഡ് എ ക്രെഡിറ്റ്. ക്ലിയർ ആണോ? ആ ബേസിസിലാണ് ബുക്ക് കീപ്പിംഗ് നടക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്ന ജേർണലിൽ. അതുപോലെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, അതായത് പൈസയിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസിനെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. എവിടെ? ബുക്ക് കീപ്പിംഗ്. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ, മാനേജറുടെ ആത്മാർത്ഥത, അതൊരിക്കലും പൈസയിൽ നമുക്ക് അളക്കാൻ സാധിക്കത്തില്ല. മാനേജറുടെ കഴിവ് പൈസയിൽ അളക്കാൻ സാധിക്കത്തില്ല. ക്ലിയർ ആണോ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഫാക്ടറിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അതുപോലെ ഗോയിങ് കൺസേൺ അസംഷൻ, അതായത് ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യും, അടുത്തെങ്ങും വൈൻഡ് അപ്പ് ചെയ്യത്തില്ല എന്നുള്ള അസംഷൻ. ഈ 3 അസംഷൻസ് ആണ് പ്രധാനമായും എടുത്തുകൊണ്ട് നമ്മൾ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അനുസരിച്ചാണ് ജേർണലിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. ജേർണൽ എൻട്രിയിലൂടെ ഒരു ഡെബിറ്റിന് മറ്റൊരു ക്രെഡിറ്റ് കണ്ടിരിക്കും. അതുപോലെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, മണി വാല്യൂ മെഷർ ചെയ്യാൻ സാധിക്കുന്നത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യൂ. ഇനി ഗോയിങ് കൺസേൺ അസംഷൻ, ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ ബിസിനസ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ലെഡ്ജറിലെ ഓരോ അക്കൗണ്ടിനും എന്തുള്ളത്? ബാലൻസ് ക്യാരി ഡൗൺ ഉള്ളത്. ക്ലിയർ ആണോ? ഒരു ബാലൻസ് ഉള്ളത്. കാരണം അടുത്ത വർഷത്തേക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ് ബാലൻസ്. അടുത്ത വർഷം ബിസിനസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്താൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ബിസിനസ് വൈൻഡ് അപ്പ് ആകുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്രോഡ് ഡൗൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്ത വർഷം ബിസിനസ് ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ബിസിനസ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രിൻസിപ്പിൾസ് ആണ് ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ട്. ക്ലിയർ ആണോ? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ അസംഷൻ. ഇനിയും എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ബുക്ക് കീപ്പിംഗ് സഹായിക്കും. 1, ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കും. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഡിസൈഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. സെർവ് ആസ് ലീഗൽ എവിഡൻസ്, ലീഗൽ എവിഡൻസ് ആയിട്ട് വർത്തിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? MCQ റിലേറ്റഡ് ആയിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം എന്താ? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ രണ്ടും വരും. ഇന്റർപ്രിട്ടേഷൻ അല്ല. ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത് സമ്മറൈസിംഗ് തൊട്ടുള്ള പോയിന്റ്സിലാണ് ഇന്റർപ്രിട്ടേഷൻ. സമ്മറൈസിംഗ്, അനലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർപ്രിട്ടേഷൻ ഭാഗത്ത് നമ്മൾ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യും. ബുക്ക് കീപ്പിംഗ് ഇതൊന്നും പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ്. ഇറ്റ് പ്രിസീഡ്സ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് മുന്നോടിയായി ചെയ്യുന്നതാണിത്. ക്ലിയർ ആണോ? ഇതിന് ശേഷം വരുന്ന ബാക്കി സ്റ്റെപ്സും കൂടെ ചേരുമ്പോഴാണ് അക്കൗണ്ടിങ് ആകുന്നത്. ക്ലിയർ ആണോ? അതുപോലെ ബുക്ക് കീപ്പിംഗ് നടത്തുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ബേസിസിലാണ് ബുക്ക് കീപ്പിംഗ്. ക്ലിയർ അല്ലേ? ഇതിനെ വിളിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ക്ലിയർ ആണോ? ബുക്ക് കീപ്പിംഗ് നടക്കുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്മറൈസിംഗ് ആണ്. സമ്മറൈസിംഗ് നടത്തുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തോണ്ട്. അത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല, അതുകൊണ്ട് പറയുന്നില്ല. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് അരത്തമാറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്താനാണ്. ഇതുവരെ ചെയ്ത ബുക്ക് കീപ്പിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ അരത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ, അതിനകത്ത് എന്തെങ്കിലും അരത്തമാറ്റിക്കൽ ഇറേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ. ട്രയൽ ബാലൻസ് പ്രോപ്പറായി ടാലി ആയില്ലെങ്കിൽ, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയില്ലെങ്കിൽ ഇറർ ഉണ്ടെന്നാണ് അർത്ഥം. റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന പ്രൊസീജിയർ അവിടെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഇറർ റെക്ടിഫൈ ചെയ്തിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. അത് നോക്കേണ്ട, സിലബസിൽ ഇല്ലാത്തത്. നിങ്ങൾക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ, ഇതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കും. സമ്മറൈസിങ് അത് ട്രയൽ ബാലൻസിലൂടെ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെയാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. അവിടെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗിലൂടെ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? നമ്മൾ ചെയ്ത ബിസിനസ്സിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ, നമ്മൾക്ക് എത്ര അസറ്റ് ഉണ്ട്, നമ്മളുടെ ബാധ്യത എത്രയുണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഇത് രണ്ടും നോക്കുന്നത്. ക്ലിയർ ആണോ? ഇതിൽ ലാഭം എത്ര നഷ്ടം എത്ര എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 2 അക്കൗണ്ടുകളാണ് ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടും. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ വരയ്ക്കാറ്. ട്രേഡിംഗ് P&L എന്ന രീതിയിൽ ഒരൊറ്റ അക്കൗണ്ടായി, 2 അക്കൗണ്ട് ഒരുമിപ്പിച്ച് ഒരൊറ്റ അക്കൗണ്ട് ആയിട്ടാണ് നമ്മളത് വരയ്ക്കാറുള്ളത്. ക്ലിയർ ആണോ? ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കാൻ പറ്റുള്ളതാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കാൻ പറ്റുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് എത്ര ലാഭം കിട്ടി അല്ലെങ്കിൽ നഷ്ടമുണ്ടായി എന്ന് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് അക്കൗണ്ട്.
ഒരു ട്രേഡറുടെ അക്കൗണ്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ട്രേഡർ എന്താ ചെയ്യുന്നത്? സാധനം മേടിക്കുന്നു, മേടിച്ച സാധനം വിൽക്കുന്നു. ക്ലിയർ അല്ലേ? മാനുഫാക്ചറർ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു, ട്രേഡർ സാധനം മേടിച്ചിട്ട് വിൽക്കുന്നു. അപ്പൊ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ്, ഈ പ്രോസസ്സിൽ നിന്ന് മാത്രം അയാൾക്കുണ്ടായ ലാഭം, അയാൾക്കുണ്ടായ നഷ്ടം, ഇത് കാണാൻ വേണ്ടിയിട്ടാ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഇതെന്ന് ഇതിനെ വിളിക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. പല മറ്റ് ഇൻകങ്ങളും പല മറ്റ് എക്സ്പെൻസുകളും ബിസിനസ്സിനുണ്ടാകും. അതൊന്നും ഇവിടെ എടുക്കത്തില്ല. വേണമെങ്കിൽ ബിസിനസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇൻട്രസ്റ്റ് കിട്ടിയത് ഇൻകം അല്ലേ, പക്ഷെ അതിനകത്ത് എടുക്കത്തില്ല. ബിസിനസിന്റെ കോർ ആക്ടിവിറ്റി, ട്രേഡിംഗ് ആക്ടിവിറ്റി, ബൈയിങ് ആൻഡ് സെല്ലിങ്, അതിനകത്തുനിന്ന് മാത്രമുണ്ടായ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കാനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ, മേടിച്ച സാധനത്തിന് ഡിഫക്റ്റ് ഉണ്ടെന്ന് തോന്നി അത് തിരിച്ചു കൊടുത്തു, ആ റിട്ടേൺ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ് പർച്ചേസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് കാണും, നെറ്റ് പർച്ചേസ് കാണും, ഡയറക്റ്റ് എക്സ്പെൻസുകൾ കാണും. ഡയറക്ട്ലി പ്രൊഡക്ഷനുമായി ബന്ധമുള്ള എക്സ്പെൻസിനെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്ട്ലി പ്രൊഡക്ഷനുമായി ബന്ധമുള്ള എക്സ്പെൻസ്. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, അത് നെറ്റ് സെയിൽസ്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അതാണ് നെറ്റ് സെയിൽസ്. സെയിൽസിൽ നിന്ന് റിട്ടേൺ സെയിൽസ് കുറയ്ക്കുന്നു, എന്നിട്ട് കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ്. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കും കാണും. എന്താ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കാൻ വേണ്ടി മേടിച്ച സാധനത്തിനെ ഗുഡ്സ് എന്ന് വിളിക്കും. ഒരു വർഷം അവസാനിക്കുമ്പോൾ വിൽക്കാതെ ആ ഗുഡ്സിൽ എത്ര പോർഷൻ ആണോ ബാക്കി നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ സ്റ്റോക്ക്. അപ്പൊ ഗുഡ്സിൽ എത്ര പോർഷൻ ആണോ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്നത്, അൺസോൾഡ് പോർഷൻ ഓഫ് ഗുഡ്സ് ഈസ് നോൺ ആസ് സ്റ്റോക്ക്. ഈ വർഷത്തെ അവസാനം നിങ്ങളുടെ കയ്യിൽ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. അടുത്ത വർഷം നിങ്ങളുടെ അതല്ലേ ഉള്ളൂ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ ആണോ? സോ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് വരുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നെറ്റ് സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നെറ്റ് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ കൂട്ടുക, അതിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് കുറയ്ക്കും. ക്ലിയർ ആണോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഇനി വേറൊരു ഇക്വേഷനും കൂടെ പറയാം, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ഇക്വേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ ആണോ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടും. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. ക്ലിയർ ആണോ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. അത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്, അതും കൂടെ ആഡ് ചെയ്തേക്കാൻ നോട്ടിനകത്ത്. അതും ഇമ്പോർട്ടന്റ്. ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്നിട്ട് അതിനകത്തുനിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക, അതാ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. എന്നിട്ട് നെറ്റ് സെയിലിൽ നിന്ന് ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കുറച്ചാലും ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? അതാണ് ഇക്വേഷൻ, മനസ്സിലാക്കിയിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി MCQ റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാം എങ്ങോട്ടാ പോകുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസ്, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കോർ ആക്ടിവിറ്റിയുമായി ബന്ധമുള്ള എക്സ്പെൻസ്, അതാ ഡയറക്റ്റ് എക്സ്പെൻസ്. അതെല്ലാം എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ട്. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടുപിടിക്കുന്നത് എന്താ? ബിസിനസിന്റെ കോർ ആക്ടിവിറ്റി എന്നുള്ള പ്രോഫിറ്റ് ലോസ്, അതിന് വേണ്ടി ആ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം അവിടെ. ക്ലിയർ ആണോ? അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ആയി കിട്ടുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഏത് തന്നെ കിട്ടിയാലും അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ഓക്കെ അല്ലേ? ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് സൈഡ്. ഒരു അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു T ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. അതിനൊരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണും. ലെഫ്റ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ റൈറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, നെറ്റ് പർച്ചേസ് വരും, അതാണ് പർച്ചേസ് ലെസ് റിട്ടേൺ, ലെസ് പർച്ചേസ് റിട്ടേൺ, നെറ്റ് പർച്ചേസ് വരും, ഔട്ടർ കോളത്തിൽ എഴുതി. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് വരും. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ മേടിച്ച് വിൽക്കുന്ന ആളല്ലേ, അപ്പൊ നിങ്ങളുടെ പെർട്ടിക്കുലർ വെയർ ഹൗസിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കടയിലേക്കോ സാധനം കൊണ്ടുവരണം. കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്യാരിയേജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്,
ക്ലിയർ ആണോ? അത് നിങ്ങളുടെ ബിസിനസ്സുമായി ഡയറക്ട്ലി ബന്ധമുള്ളതാ. ആ സാധനം മേടിച്ചുകൊണ്ട് വന്നാലേ വിൽക്കാൻ പറ്റൂ. ക്യാരിയേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സാധനം കൊണ്ടുവന്ന വഴിക്ക് എന്തെങ്കിലും ടാക്സ് കൊടുത്തു, എൻട്രി ഫീ ആയിട്ട് കൊടുത്തു. ഒക്ട്രോയ് എന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ്. ഒരു ടൗണിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ടാക്സിനെ ഒക്ട്രോയ് എന്ന് വിളിക്കുന്നത്. ടാക്സ് തന്നെ. ഡോഗ് ഡ്യൂട്ടി, ഇനി നിങ്ങൾ സാധനം ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ ഡോഗ് ചാർജ് കൊടുത്തു, ആ സാധനം നിങ്ങളുടെ കടയിലേക്ക് കൊണ്ടുവരാൻ. എക്സൈസ് ഡ്യൂട്ടി കൊടുത്തു, റോയൽറ്റി കൊടുത്തു, മോട്ടീവ് പവർ, അതായത് നിങ്ങൾക്ക് പവറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം ഇതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൊടുത്തു. കോൾ, ഗ്യാസ്, വാട്ടർ, ഇത് നിങ്ങൾക്ക് വേണം പ്രോപ്പർ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ പർച്ചേസ് ചെയ്ത ഗുഡ്സിനെ പ്രോസസ് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വാല്യൂ ആഡ് ചെയ്യുന്നതിന് വേണ്ടി വേണം. പിന്നെ ബാക്കി ഫാക്ടറി എക്സ്പെൻസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതെല്ലാം ഡെബിറ്റ് സൈഡിൽ വരും. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? സെയിൽ ലെസ് സെയിൽസ് റിട്ടേൺ വരും. എന്നിട്ട് എന്ത് വരും? ക്ലോസിംഗ് സ്റ്റോക്ക് വരും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ, ഇവിടെയാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റും, ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ ഗ്രോസ് ലോസും ആയിരിക്കും. ഇത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ എന്തൊക്കെ വരും, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റിൽ എന്തൊക്കെ വരും എന്ന് വ്യക്തമായി നോക്കിയിരിക്കണം. അതായിരിക്കും ചോദിക്കുന്നത്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നത്? പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നത്. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഉദ്ദേശം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും എന്തിലൂടെ കണ്ടുപിടിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ. പി ആൻഡ് എല്ലിലൂടെ എന്താ കണ്ടുപിടിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസുമാണ് കണ്ടുപിടിക്കുന്നത്. പി ആൻഡ് എല്ലിന്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ട്രേഡിങ്ങിന് എടുക്കും. ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് എവിടെ എടുക്കും? പി ആൻഡ് എൽ എടുക്കും. നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് നോക്കിക്കേ. ട്രേഡിംഗ് അക്കൗണ്ടിൽ രണ്ട് ഇൻകം ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻകം അല്ലേ? ഡയറക്റ്റ് നമ്മുടെ ആ ആക്ടിവിറ്റിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനം, ആ സെയിൽസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസും എവിടെ വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഇൻഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എവിടെ വരും? പി ആൻഡ് എൽ അക്കൗണ്ട് വരും. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് കിട്ടി നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മേൽ, അത് ഇൻഡയറക്റ്റ് ഇൻകവാ. നമുക്കൊരു കമ്മീഷൻ കിട്ടി, ഇൻഡയറക്റ്റ് ഇൻകവാ. ക്ലിയർ ആണോ? അതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി കൊടുത്തു നമ്മളുടെ എംപ്ലോയിക്ക്. സാലറി, വേജ് അല്ല. വേജ് ആണെങ്കിൽ അത് എന്തായിട്ട് വരും? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുവേ. മനസ്സിലാക്കിയിരിക്കണം. വേജ് ഡയറക്റ്റ് എക്സ്പെൻസ്, ആ സാലറി ഇൻഡയറക്റ്റ്. അങ്ങനെ അസ്യൂം ചെയ്യുന്നത്. വേജ് എന്ന് പറയുമ്പോൾ ദിവസക്കൂലിയ, അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാ നമ്മൾ അസ്യൂം ചെയ്യും. സോ ഡയറക്റ്റ് എക്സ്പെൻസ്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് അസ്യൂം ചെയ്യും. മാസക്കൂലിയായിരുന്നു. ഓക്കെ ആണോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായിരിക്കും വരുന്നത്. സാലറി, റെന്റ്, അഡ്വർടൈസ്മെന്റ്, ഡിപ്രീസിയേഷൻ മുതലായ എക്സ്പെൻസുകൾ വരും. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇൻഡയറക്റ്റ് ഇൻകങ്ങളായിരിക്കും വരുന്നത്. കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ്, അതുപോലെയുള്ള കാര്യം. നിങ്ങളൊരു സാധനം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു, റെന്റ് കിട്ടി, അത് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമല്ല, ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം. അത് എവിടെ വരും? It will come on the credit side of your P&L account. ഓക്കെ അല്ലേ? അതാണ് ഈ P&L അക്കൗണ്ട് എന്ന് പറയുന്നത്. P&L അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഗ്രോസ് പ്രോഫിറ്റ്, അതിന്റെ കൂടെ ഇൻഡയറക്റ്റ് ഇൻകങ്ങൾ കൂട്ടുക, അതിനകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറയ്ക്കുക. ഓക്കെ ആണോ? ഇനി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അത് എവിടെ വരും? ഇറ്റ് വിൽ കം ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അസറ്റ് വിറ്റ് ഒരു നഷ്ടം ഉണ്ടായി, അതെന്താ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലോസ്. അത് ലോസ് ആണ്. അത് P&Lന്റെ ഡെബിറ്റ് സൈഡിൽ വരും. അപ്പൊ എനി കൈൻഡ് ഓഫ്, ഓർത്തിരിക്കേണ്ട കാര്യമാണ്, P&L ഡെബിറ്റിൽ വരുന്നത് എനി കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ലോസ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കുക. എനി കൈൻഡ് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ലോസ് വിച്ച് വിൽ കം ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L. അതുപോലെ എനി ഇൻഡയറക്റ്റ് ഇൻകം ആൻഡ് ഗെയിൻ വിൽ കം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L. ക്ലിയർ അല്ലേ? അത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക P&Luമായി ബന്ധപ്പെട്ട്. എന്നിട്ട് വേണ്ട അതിന്റെ ഒരു ഫോർമാറ്റും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് ലോസ് ആണെങ്കിൽ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് എഴുതുക. എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതും? ഡെബിറ്റ് സൈഡിൽ പ്രോപ്പർ ആയിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതും. അതുപോലെ തന്നെ എന്തും എഴുതും? ലോസുകളും എഴുതും.
സാലറി നോക്കിക്കേ, ഇൻഡയറക്ട് എക്സ്പെൻസാ. ഓഫീസ് റെന്റ്, റേറ്റ് ടാക്സ്, ഇൻഡയറക്ട് എക്സ്പെൻസാ. പ്രിന്റിംഗ്, സ്റ്റേഷനറി ചാർജ്, ടെലിഫോൺ എക്സ്പെൻസ്, പോസ്റ്റേജ്, ടെലിഗ്രാം, ഡിസ്കൗണ്ട് അലൗഡ്, നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട് നമ്മുടെ എക്സ്പെൻസ്, ഇൻഡയറക്ട് എക്സ്പെൻസാ. ഇൻഷുറൻസ്, ഓഡിറ്റ് ഫീ, ഇലക്ട്രിസിറ്റി ചാർജ്, റിപ്പയർ ആൻഡ് റിന്യൂവൽ, ഡിപ്രീസിയേഷൻ, അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം എന്താ നമ്മളുടെ ഇൻഡയറക്ട് എക്സ്പെൻസുകൾ. അതെല്ലാം ഇവിടെ എഴുതി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായി, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, നഷ്ടം ഉണ്ടായാൽ അതും ഇവിടെ എഴുതും. നമ്മൾ ഡെബിറ്റ് സൈഡ് ഓഫ് P&L. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ എഴുതും? ക്രെഡിറ്റ് സൈഡ് നമുക്ക് കിട്ടിയ ഇൻഡയറക്ട് ഇൻകം എഴുതും. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടായാലും ഇൻട്രസ്റ്റ് കിട്ടി, റെന്റ് റിസീവ്ഡ്, നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ ഉണ്ടായിരുന്നു, ഡിവിഡൻഡ് കിട്ടി, ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡിബെഞ്ചർ കിട്ടി. അതുപോലെ തന്നെ ഗെയിൻ ഉണ്ടായാൽ അത് വരും. നമുക്കൊരു അസറ്റ് ഉണ്ടായിരുന്നു, അസറ്റ് വിൽക്കും. അസറ്റ് വിൽക്കുന്നതല്ലല്ലോ നമ്മുടെ ബിസിനസ്, അപ്പൊ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരത്തില്ല. അസറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം യൂസിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ്. അത് അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ നമ്മളത് വിറ്റു. വിറ്റപ്പോൾ നമുക്ക് ലാഭമാണ് കിട്ടിയത്, നഷ്ടത്തിന് വരെ ലാഭം കിട്ടി. ലാഭം കിട്ടിയാൽ ആ ലാഭം ഗെയിൻ ആണ്. ആ ഗെയിനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. ആ ഗെയിൻ എവിടെ വരും? ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L. അപ്പൊ ഡെബിറ്റ് സൈഡ് ഓഫ് P&L എനി ഇൻഡയറക്ട് എക്സ്പെൻസസ് ആൻഡ് ലോസ്. ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L എനി ഇൻഡയറക്ട് ഇൻകം ആൻഡ് ഗെയിൻ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് P&L അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? P&L അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. P&L അക്കൗണ്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് എന്താണ്? ക്ലിയർ ആണോ? ട്രേഡിംഗ് P&L അക്കൗണ്ടിലൂടെ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കും. ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്. P&L അക്കൗണ്ടിലൂടെ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ. ക്ലിയർ? ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, നമ്മൾക്ക് എത്ര ബാധ്യത, ലൈബിലിറ്റി ഉണ്ട്, നമ്മളുടെ ക്യാപിറ്റൽ പൊസിഷൻ എത്രയാണ്, അതാണ് നോക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ. പ്രോഫിറ്റോ ലോസോ അല്ല നോക്കുന്ന, ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് നോക്കുന്നത്. ക്ലിയർ ആണോ? ഇതൊരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ക്ലിയർ ആണോ? ട്രേഡിംഗ് P&L അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ, ഒരു പെർട്ടിക്കുലർ വർഷത്തേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇക്വേഷൻ. ബാലൻസ് ഷീറ്റ് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താ? അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതായത് ഏതൊരു ഓർഗനൈസേഷന്റെയും അസറ്റുകളുടെ ആകെത്തുക ലൈബിലിറ്റിന്റെയും ക്യാപിറ്റലിന്റെയും തുകയുടെ സമ്മിന് തുല്യമായിരിക്കും. ക്ലിയർ ആണോ? അതാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസിസിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ. അതുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും വിളിക്കാറുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും വിളിക്കാറുണ്ട്.